ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ആദ്യത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് ഫിറ്റ്നസ്. നമുക്ക് പല വിധത്തിൽ ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടി വ്യായാമം ചെയ്യും. ഇന്ന് നടത്തമാണ്. നമ്മുടെ കലോറി കത്തിച്ച് കളയുന്ന ആ ഒരു നടത്തത്തെ നമുക്ക് നോക്കാം. ഇത് ഹൃദയത്തിന് ശക്തിപ്പെടുത്താനും സന്ധിവേദന കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. മാത്രവുമല്ല കേട്ടോ, മാനസിക ആരോഗ്യം കൂടി ഇതിലൂടെ വന്നു തന്നെയാണ്. അപ്പോൾ നമുക്ക് നടപ്പിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ പലരും പറഞ്ഞു കേട്ട് നമുക്ക് നല്ല ഒരറിവുണ്ടല്ലേ. എന്നാൽ നമുക്ക് ഒരേ സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരുപാട് ദൂരമൊന്നും നടന്നു പോകാനും നടന്നു പോയി തിരിച്ചു വരാനും ഒന്നും പറ്റാത്തവർക്കുള്ള ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് ഈ നടത്തം ഇങ്ങനെ എത്ര മിനിറ്റാണ്? 72 മിനിറ്റ് ഇത് ചെയ്യണം. ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് 6-6-6 എന്നാണ്. ഈ ടെക്നിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. മന്ദഗതിയിൽ സൗകര്യപ്രദമായ വേഗത്തിൽ പേശികൾക്ക് വാമപ്പ് കൊടുക്കാൻ ആദ്യത്തെ 6 മിനിറ്റാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ഞാൻ 6 മിനിറ്റ് എടുത്തൊക്കെ കഴിഞ്ഞു. നിങ്ങൾ 6 മിനിറ്റ് ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം 60 മിനിറ്റ് അത് വേഗം കൂട്ടി അടുത്ത 60 മിനിറ്റ് ഇതുപോലെ കൈ താഴേക്ക് വീശി നടക്കണം. ഇത് നമ്മുടെ ഹൃദയത്തിനും ഒക്കെ ആ ഒരു കാലറി കത്തിച്ച് കളയാൻ സഹായിക്കുന്നൊരു വ്യായാമമാണ് കേട്ടോ. അവസാനത്തെ 6 മിനിറ്റ് എന്ന് പറയുന്നത് വേഗം കുറച്ച് പതിയെ നടന്ന് ഹൃദയമിടിപ്പ് സാധാരണ നിലയിലേക്ക് എത്തിക്കണം. അപ്പോൾ മൊത്തം നമ്മൾ എടുക്കേണ്ടത് 72 മിനിറ്റ് നീളുന്ന നടത്തമാണ്. ഈ നടത്തം കൊണ്ട് ഒരു ദിവസത്തെ മുഴുവൻ ഉന്മേഷത്തെയും നമുക്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്ഷീണം, തളർച്ച അല്ലെങ്കിൽ ശരീരവേദന ഇതൊന്നും തന്നെ ഉണ്ടാകില്ല. നമുക്ക് ചിലരൊക്കെങ്കിലും പറയാറുണ്ട്, ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്നു. വെച്ചാൽ ഉറക്കം നിന്നിട്ട് മാത്രമല്ല, നമ്മുടെ പേശികൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ രക്തഓട്ടം ഇല്ലെങ്കിലും ഒക്കെ നമുക്കിങ്ങനെ ഉറക്കം തൂങ്ങൽ പതിവുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിലൂടെ മാറിക്കിട്ടും. അപ്പോൾ ഇതേപോലെ ചെയ്യുക. ഇത് നമ്മുടെ മുതുകിലൊക്കെയുള്ള പ്രശ്നങ്ങൾ, അതായത് മുതുകിലൊക്കെ ഇങ്ങനെ ചില മാംസങ്ങൾ ഇങ്ങനെ തൂങ്ങി നിൽക്കും അല്ലേ. ചിലർ കണ്ടിട്ടില്ലേ, നമ്മുടെ മുതുകിൻ്റെ ഭാഗത്ത് വിടിഞ്ഞ് നിൽക്കും. അപ്പോൾ ആ ഒരു അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വ്യായാമമാണ്. പിന്നെ മുതുക് വേദന, നടുവ് വേദന, കഴുത്തിൻ്റെ വേദന, ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കാവുന്ന ഒരു വ്യായാമമാണിത്. ഇത് നമ്മളിങ്ങനെ ഒരു കാലിന് നല്ല ശരിക്ക് ബലം കൊടുത്തുകൊണ്ട് താഴേക്ക് വരികയും അതേപോലെ തന്നെ മുകളിലേക്ക് ചരിഞ്ഞു പോവുകയും ചെയ്യുന്ന ഈ വ്യായാമം കൊണ്ട് നമ്മുടെ ഫുൾ ബോഡിക്ക് എനർജി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ കാലുകൾക്ക് ബലവും ഉണ്ടാകും. കഴുത്തുകളിൽ വീഴുന്ന ആ ഒരു ചുളിവും അതുപോലെ തന്നെ റിങ്കിൾസും എല്ലാം നമുക്ക് മാറിക്കിട്ടുന്നതും, കഴുത്ത് വേദന, ഒരുപാട് നേരം കമ്പ്യൂട്ടറിൻ്റെ മുന്നിലൊക്കെ ഇരിക്കുമ്പോഴും അതുപോലെ ഫോണൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം മാറിക്കിട്ടുന്നതാണ്. അടുത്തത് നോക്കാൻ പോകുന്നത് കണ്ടോ, ഇങ്ങനെയാണ്. ഇത് മുന്നോട്ട് ആയാസപ്പെട്ട് നമ്മൾ വരികയും പിന്നെ അതോടൊപ്പം തന്നെ അതേപോലെ തന്നെ പുറകോട്ട് പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കൈകൾ ബാക്കിലോട്ട് കെട്ടി ഇങ്ങനെ നിന്നുകൊണ്ട് വേണം ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന വ്യായാമമാണ്. ഇപ്പോൾ നിങ്ങളുടെ മുറിയുടെ അകത്തോ ഇപ്പോൾ പുറത്ത് നിൽക്കാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ പുറത്ത് നിൽക്കുമ്പോൾ മറ്റുള്ളവർ കാണും, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അകത്ത് തന്നെ, നമ്മുടെ ബെഡ്റൂമിനകത്ത് തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഈ വളരെ സ്ഥലപരിമിതി ഒരുപാട് ഇല്ലാത്തവർക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്ന, കാരണം ഇത് അകത്ത് തന്നെ ചെയ്യാവുന്ന വ്യായാമമാണ്. അപ്പം ഇങ്ങനെ ചെയ്യുക. ഇതും നമ്മുടെ നടുവിൻ്റെ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിനും തോളിനും കാലുകൾക്കും ഒക്കെ നല്ലൊരു എനർജി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്ന ഒരു വ്യായാമമാണ്. ഇതിലൂടെ നമുക്ക് ഒരു ദിവസം മുഴുവനല്ല, അങ്ങ് ഓരോ ദിവസവും ചെയ്യുമ്പോൾ ആരോഗ്യം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇത് ഞാൻ സാധാരണ എപ്പോഴും ചെയ്യുന്നതാണ്. ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുമ്പോൾ കാലിന് കുറച്ചുകൂടി ഒരു ഈസി ആയിട്ട് നമുക്ക് നടക്കാനും പാദങ്ങൾ ചലിപ്പിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ്. ഇതൊരു നമുക്കൊരു സൂംബ അല്ലെങ്കിൽ ഒരു ഡാൻസിൻ്റെ രീതിയിൽ നമുക്ക് ഈ സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ
പാദങ്ങൾക്കൊക്കെ ഭയങ്കര നീര് കൊണ്ട് വേദന, എന്താ പാദങ്ങളുടെ കഴലുകൾക്ക് വേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മുടെ കൈകൾക്ക് നല്ല ബലം കിട്ടാനും, ആ കൈകൾ എപ്പോഴും നല്ല ലൂസായി കിടക്കണം. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോഴാണ് നമുക്ക് മുകളോട്ടും ബാക്കോട്ടും ഒക്കെ കൈ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ടൈറ്റ് വരിക എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മൾ ഈ കൈകൾക്ക് ഒരു വ്യായാമം കൊടുക്കാതിരിക്കുമ്പോൾ ടൈറ്റ് വരും. അപ്പോൾ ആ ടൈറ്റ് ഇല്ലാതെ വെറുതെ സിമ്പിളായിട്ട് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ്. ഇത് കൈകൾക്ക് മാത്രമല്ല, നോക്കൂ, നെഞ്ചിനും കാലിനും ഒക്കെ തന്നെ ഇതിൻ്റെ ഒരു എഫക്റ്റ് കണ്ടോ വന്നു ചേരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഒരു നിങ്ങൾക്ക് എത്ര പ്രാവശ്യം എടുക്കാം, 30 പ്രാവശ്യം 40 പ്രാവശ്യം അങ്ങനെയൊക്കെ ഉള്ള അത്രയും ടൈമിൽ എടുക്കാവുന്നതാണ്. കണ്ടോ, 1 2 3 അങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ വന്നപ്പം സമയം പോയി. എടുത്തതിന് ശേഷം ഇതുപോലെ മുന്നോട്ടും ബാക്കോട്ടും കൈകൾ ഇങ്ങനെ ചലിപ്പിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഹൃദയത്തിന് നല്ലതാണ്. വിരലുകൾ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വിരലുകളും ഓടിക്കുന്നുണ്ട്. കൈ എങ്ങനെയാണോ കറക്കുന്നത് അതേപോലെ തന്നെ ബാക്കോട്ടും ഫ്രണ്ടോട്ടും ഇതുപോലെ തന്നെ സർക്കിൾ ചെയ്യണം കേട്ടോ. ഇത് നമ്മുടെ കൊഴുപ്പ് കുറയ്ക്കാൻ, ഫാറ്റി ലിവർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ മാറിക്കിട്ടുന്നതാണ്. പിന്നീട് ദാണ്ടേ ഞാൻ കാണിച്ചു തരുന്നത്, നിങ്ങൾ തിരിഞ്ഞ് നിന്ന് കാണിക്കുന്നത് എങ്ങനെയാണ് കൈയെടുക്കുന്നത് എന്നാണ്. ശരിക്കും ഇതുപോലെ ബാക്കോട്ട് കൈ വരിക. അപ്പോൾ നമുക്ക് ബാക്കിലൊക്കെ കൈ കൊണ്ടുവരാനൊക്കെ നിഷ്പ്രയാസം സാധിക്കും. അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലേക്കും വേണമെങ്കിൽ കൊണ്ടുവരാം. അത് നമ്മൾ അപ്പുറം കാണിച്ചത് കൊണ്ട് വീണ്ടും കാണിക്കുന്നില്ല. പിന്നീട് ഈ ഒരു വ്യായാമം ചെയ്യാം. ഇത് നമുക്ക് സൈഡിൽ 2 സൈഡിലെയും ആ ഒരു കൈയുടെ താഴേക്ക് വരുന്ന ഭാഗത്തൊക്കെ നല്ല ഒരു ബ്ലഡ് സർക്കുലേഷൻ നടന്ന് അവിടെയൊക്കെ നല്ല പേശിവേദനകളൊന്നും ഇല്ലാതിരിക്കാൻ പറ്റുന്ന വ്യായാമമാണ്. ഇത് നമുക്ക് കാലുകൾക്ക് നല്ല ബലം കൊടുക്കാൻ പറ്റിയ വ്യായാമമാണ്. പാദങ്ങൾക്കും അതുപോലെ തന്നെ കാൽമുട്ടുകൾക്കും കാലിനുമൊക്കെ നല്ല ബലം കിട്ടുന്ന വ്യായാമമാണ്. ഇതൊക്കെ നമുക്ക് ഇയറിംഗ് ബാലൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പതുക്കെ ഇത് ചെയ്ത് നോക്കണം കേട്ടോ. വളരെ കുറച്ചായിട്ട് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് ഫ്രീ ആയിട്ട് കൈ ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ കൈ ഒരു പ്രഷർ താഴെ നടുവിൻ്റെ ഭാഗത്തായിട്ട് കൊടുത്തുകൊണ്ടോ ഒക്കെ നമുക്ക് ഈ ഒരു വ്യായാമം ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങനെ വ്യായാമം ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്തോളൂ.